നമസ്കാരം, എൻ്റെ പേര് വിനീഷ് കമ്മത്ത് എന്നാണ്. അച്ഛൻ്റെ പേര് രാമേന്ദ്ര കമ്മത്ത്. ഞങ്ങളുടെ സ്വദേശം തുറവൂരാണ്. 1.5 വർഷം മുമ്പ് സർജറി, അതായത് 2 നീ സർജറി ചെയ്യാനായിട്ടാണ് വന്നത്. ഡോക്ടർ നിജിത് ഗോവിന്ദ് സാറായിരുന്നു നോക്കിയത്. കുറേ നാളുകളായിട്ട് അച്ഛന് മുട്ടുവേദന പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ്. അതുകൂടാണ്ട് പല ഓപ്ഷൻസ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഡോക്ടറെ ബന്ധപ്പെടുകയായിരുന്നു. അപ്പോൾ അച്ഛൻ 67 വയസ്സുണ്ട്. അപ്പോൾ അച്ഛൻ ചെരുപ്പ് യൂസ് ചെയ്യാറില്ല എപ്പോഴും. അതുപോലെ നമ്മൾ ചെറിയ കടയാണ് നാട്ടിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ജോലിയാണ്. അച്ഛൻ എപ്പോഴും നടക്കുന്ന ഒരാളായിരുന്നു നല്ല സ്പീഡിൽ. പക്ഷേ ഈ മുട്ടുവേദന കൊണ്ട് കൂടുതൽ നടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും മുട്ട് മൊത്തത്തിൽ തേഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ സാറ് സജസ്റ്റ് ചെയ്തു 2 മുട്ടും ഒരേ ദിവസം തന്നെയാണ് സാർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അന്ന് ചെയ്തതിന് ശേഷം 3 മാസം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടും ഒരു 14 ദിവസം നല്ല രീതിയിൽ കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തതിന് ശേഷം അങ്ങനെ കെയർ ചെയ്തു. ദെൻ വിത്തിനൊരു 3 മാസം കൊണ്ട് അച്ഛൻ പൂർണ്ണമായിട്ടും നടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതുതന്നെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അതുപോലെ സാറിൻ്റെ സപ്പോർട്ട് ഏത് സമയത്തും സാറിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നിജിത് സാറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ പെയിൻ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു സർജറി ചെയ്ത സമയത്തൊക്കെ. ആ സമയത്താണെങ്കിലും സാറ് വളരെ ക്ലോസ്ഡ് ആയിട്ടൊരു ഫാമിലി പോലെയാണ് സാറ് നമ്മളെ പരിചരിച്ചിരുന്നതും. ഇപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രത്യേകത ആയിട്ട് പറയാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ, ഞാൻ റെഗുലർലി നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെക്കപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് പറയുന്ന ഇൻസ്ട്രക്ഷൻ അതുപോലെ നമ്മൾ തുടരുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി സർജറി ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. പക്ഷേ കംപ്ലീറ്റ്ലി ഫൈൻ. ഇപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. അമ്പലത്തിൽ പോകുന്ന ആളാണ് എപ്പോഴും. രാവിലെ നിർമ്മാല്യം തൊഴാൻ പോകുന്നൊരു, ഞങ്ങൾ നാട്ടിൽ തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നിർമ്മാല്യം തൊഴാൻ പോകുന്ന ഒരു ശീലമുള്ളതാണ്. അപ്പോൾ ഇത് വന്നതിന് ശേഷം വീണ്ടും അന്ന് മുട്ടിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി അതിലേക്ക് പോകാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഇപ്പോഴും ആൾക്കുണ്ട്. അപ്പോൾ അതിന് താങ്ക് യു ഫോർ വെൽകെയർ ഹോസ്പിറ്റൽ ആൻഡ് ഡോക്ടർ നിജിത് ഗോവിന്ദ് സർ. താങ്ക് യു.